നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ്.സിയെ തകർത്തിരിക്കുന്നു. ഏകപക്ഷീയമായ 2 ഗോളുകൾക്കാണ് കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വിദേശ താരങ്ങളായ ദിമിത്രിയോസ് ഡയമൻഡോസും കോമെ പെപ്രയുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. ഇതോടുകൂടി ഈ സീസണിൽ മുംബൈ സിറ്റി എഫ്.സി അവരുടെ അപരാജിത കുതിപ്പിന് തട ഇട്ട ഒരു അവസ്ഥയിലേക്ക് വീണിരിക്കുന്നു. തുടർച്ചയായ മത്സരങ്ങൾ പരാജയപ്പെടാതെ കുതിച്ചതാണ് അവർ. 9 കളികൾ കഴിഞ്ഞപ്പോൾ 5 വിജയം 4 സമനില 0 തോൽവി എന്ന ഒരു സ്റ്റാറ്റ്സുമായിട്ട് കൊച്ചിയിലേക്ക് വന്നിട്ട് ആദ്യ തോൽവി അവർ ഏറ്റുവാങ്ങി. 10 കളികളിൽ നിന്ന് ഇപ്പോൾ അവർക്ക് 19 പോയിൻ്റേ ഉള്ളൂ. അവർ 4-മതാണ്. 11 കളികളിൽ നിന്ന് 23 പോയിൻറ്റുമായിട്ട് KBFC പോയിൻ്റ് പട്ടികയിൽ 2-ാം സ്ഥാനത്താണ്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ 11-ൽ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കളിക്കാനിറങ്ങിയത് ദിമിത്രിയോസ് ഡയമൻഡോസും കോമെ പെപ്രയും ഒരുമിച്ചായിരുന്നു. മധ്യനിരയിലാവട്ടെ ഡാനിഷ് ഫാറൂഖും രാഹുൽ കെപ്പിയും വിപിൻ മോഹനനും ഐമനും ഒരുമിച്ചണിനിരന്നു. ഡിഫൻസിൽ ഡ്രിങ്കിച്ചും ലെസ്കോവിച്ചും ഒരുമിച്ച് സെൻറ്റർ ബാക്കുമാരുടെ റോളിൽ, പിന്നെ പ്രീതം കൊട്ടാലും നവോച്ചയും ഇരു പാർശ്വങ്ങളിലായിട്ട് നിന്നു. മറുഭാഗത്ത് ഹോർഗെ പെരേര ഡേസാണ് മുംബൈ സിറ്റി എഫ്.സിയുടെ മുന്നേറ്റങ്ങൾ നയിക്കാനിറങ്ങിയത്. എന്നാൽ കളിയുടെ 11-ാമത്തെ മിനിറ്റിൽ തന്നെ കോമെ പെപ്രയുടെ അസിസ്റ്റിൽ നിന്ന് ദിമിത്രിയോസ് ഡയമൻഡോസിൻ്റെ ഗോൾ പിറന്നപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ലീഡെടുത്തു. മുംബൈ സിറ്റി ഗോൾ മടക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും ആദ്യ പകുതിയുടെ അവസാന ഘട്ടത്തിൽ ഡയമൻഡോസിൻ്റെ അസിസ്റ്റിൽ നിന്ന് കോമെ പെപ്ര ഗോളടിച്ചപ്പോൾ ഏകപക്ഷീയമായ 2 ഗോളിന് ബ്ലാസ്റ്റേഴ്സ് മുന്നിലായി. 2-ാം പകുതിയിൽ പിന്നെ ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ശ്രമങ്ങൾ നടത്തി, പക്ഷേ ഗോൾ പിറന്നില്ല. മറുഭാഗത്ത് മുംബൈ സിറ്റി എഫ്.സി ഗോൾ മടക്കാനുള്ള തീവ്ര ശ്രമം അവസാന നിമിഷം വരെ തുടർന്നെങ്കിലും അതും ഫലവത്താവാതെ വന്നതോടെ ബ്ലാസ്റ്റേഴ്സ് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് വിജയിച്ചു കയറി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.